ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഇത് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പ്രാർത്ഥനയിൽ വിജയിച്ച വ്യക്തിയാകൊണ്ട് യേശുവിൽ നിന്ന് ശിഷ്യന്മാർ പ്രാർത്ഥന പഠിക്കാൻ ആഗ്രഹിച്ചു. രാത്രിയുടെ യാമങ്ങളിലേക്ക് ഉരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് രാത്രിയുടെ അന്ധകാരത്തെ പിടിച്ചുകെട്ടുവാൻ, രാത്രിയുടെ ഇരുളിൻ്റെ ശക്തിയെ പിടിച്ചുകെട്ടുവാൻ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ചിലത് പഠിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ക്രിസ്തുവിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ പ്രാർത്ഥന യാഥാർത്ഥ്യമാകത്തേ ഉള്ളൂ. സഹോദരങ്ങളെ, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഇനി ഒത്തിരി പഠിക്കാനായിട്ടുണ്ട്. ആകയാൽ ഈ ദിവസങ്ങൾ നമുക്കും ശിഷ്യന്മാർ ആഗ്രഹിച്ചതുപോലെ കർത്താവിൽ നിന്ന് ചിലത് പഠിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. പ്രാർത്ഥിച്ച് പൂർണ്ണമായി എന്ന് ചിന്തിക്കണ്ട, പ്രാർത്ഥിച്ചെല്ലാം നമ്മൾ പഠിച്ചു എന്ന് ചിന്തിക്കണ്ട. പ്രാർത്ഥിക്കാൻ, പഠിക്കാൻ ആഗ്രഹിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്നല്ല ദൈവമേ, ഈ സഹോദരങ്ങൾക്ക് പ്രാർത്ഥന പഠിക്കാനുള്ളൊരു ആഗ്രഹം ദൈവം അവർക്കങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. സ്വർഗീയ സമാധാനവും സാന്നിധ്യവും അനുഗ്രഹവും അധികമായി ഇവരുടെ മേൽ പകരട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവം അവരെ സൂക്ഷിക്കണം. രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ഭാരങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും എല്ലാം മാറ്റി ദൈവം അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.